എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു ചെറിയൊരു സെറ്റിങ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് സജഷൻസിൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നമ്മളൊക്കെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരുപാട് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇത് ജസ്റ്റ് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സജഷൻസിൽ ഇവിടെ വരാറുണ്ട്, ഒരുപാട് ആപ്ലിക്കേഷൻസ്. അതിൽ അധിക ആപ്ലിക്കേഷൻസും എന്താ പറയുക പഴയതായിരിക്കും, പഴയ ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് പോപ്പുലർ ആപ്ലിക്കേഷൻസ് അങ്ങനെയൊക്കെ ആയിട്ട് വരാം. നമുക്ക് പുതിയതായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണോ പ്ലേ സ്റ്റോറിൽ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ആപ്ലിക്കേഷൻസ് മാത്രം ഫസ്റ്റ് സജഷൻസിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിങ്സാണ്. ഇതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് നമ്മളെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ക്രോം ആണ്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇവിടെ play.google.com അടിച്ചെടുക്കുക. play.google.com അങ്ങനെ അടിച്ചെടുക്കുക. അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഈ വിൻഡോയിൽ നമ്മൾ ഈ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആപ്സ് എന്ന് രണ്ടാമത്തെ ഓപ്ഷനിൽ ആപ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ന്യൂ റിലീസ് കാര്യങ്ങളൊക്കെ ഇത് കാണിക്കും. നമ്മൾ ഈ ന്യൂ റിലീസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് ഏതൊക്കെയാണോ പുതിയതായിട്ട് വന്ന ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ എല്ലാ ആപ്ലിക്കേഷൻസും ഇതിൽ കാണിക്കും. ഇപ്പോൾ വന്നിട്ടുള്ളതാണ് മോജ്, അതുപോലെ തന്നെ ജോഷ്, അങ്ങനെയുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇതിൽ കാണിക്കുന്നുണ്ട്. ജിയോ മാർട്ട് ഒഫീഷ്യൽ. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക.